പ്രസവം നിർത്തുന്നതിനുള്ള ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. തൃശൂർ മാള പാറപ്പുറം ചക്കിയത്ത് സിജോയുടെ ഭാര്യ നീതുവാണ് ഇന്നലെ പുലർച്ചെ മരിച്ചത്. ശസ്ത്രക്രിയ നടത്തിയ ചാലക്കുടിയിലെ ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പോലീസ് കേസെടുത്തത്. പ്രസവം നിർത്താനായി ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഞായറാഴ്ചയാണ് നീതുവിനെ അഡ്മിറ്റാക്കിയത്. തിങ്കളാഴ്ചയായിരുന്നു ശസ്ത്രക്രിയ. പ്രസവം കഴിഞ്ഞ് 9 ദിവസത്തിനു ശേഷമാണ് നീതു ശസ്ത്രക്രിയക്ക് വിധേയയായത്. ഇതിനിടെ ഫിറ്റ്സ് വന്ന് നീതു ഗുരുതരാവസ്ഥയിലായി. തുടർന്ന് വിദഗ്ധ ചികിത്സക്കായി നീതുവിനെ ആശുപത്രിയിൽ നിന്നും തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ ചികിത്സയിലായിരിക്കെ ഇന്നലെ പുലർച്ചെ 4 മണിയോടെയാണ് നീതു മരിച്ചത്. ആദ്യം പ്രവേശിപ്പിച്ച ആശുപത്രിയിൽ ശസ്ത്രക്രിയക്ക് അനസ്തീഷ്യ നൽകിയതിലെ അപാകത മൂലമാണ് നീതു മരണപ്പെടാൻ ഇടയാക്കിയതെന്ന് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തുകയായിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഇതോടെയാണ് ചാലക്കുടി പോലീസ് ബന്ധുക്കളുടെ മൊഴിയെടുത്ത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തത്. അതേസമയം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ കൃത്യമായ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. നീതുവിന് മറ്റ് 2 കുട്ടികളുമുണ്ട്. ഫെബ്രുവരിയിൽ ആലപ്പുഴയിൽ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവം നിർത്താനുള്ള ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ചിരുന്നു. അപൂർവമാണെങ്കിലും സംഭവിക്കാവുന്നതാണെന്ന് അന്വേഷണ സംഘത്തിലുള്ള ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ സംഗീത മേനോൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. റോഡപകടങ്ങൾ പോലെ പ്രവചനാതീതമാണ് ഇത്തരം അപകടങ്ങൾ. ഒരു പ്രശ്നവുമില്ലാത്ത സ്ത്രീകൾക്കും പ്രസവ സമയത്ത് ബുദ്ധിമുട്ടുകളുണ്ടായേക്കാം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.